കുട്ടികളെ നമസ്കാരം. അഹിംസാ പരമോ ധർമ്മ എന്നുള്ള ആപ്തവാക്യം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും വിചാരിക്കുന്നു. ഏറ്റവും വലിയ ധർമ്മം, അങ്ങേയറ്റത്തെ പരമമായിട്ടുള്ള ധർമ്മം ആണ് അഹിംസ. ഹിംസിക്കാതിരിക്കുക എന്നുള്ളത് എന്ന് ആണ് അതിൻ്റെ അർത്ഥം. ഇതിൻ്റെ മഹത്വം കഴിഞ്ഞ ശ്ലോകത്തിൽ നമ്മൾ കുറച്ച് കണ്ടു. ഉറവങ്കര വീണ്ടും ഈ അഹിംസയെ പറ്റിയാണ് ഈ ശ്ലോകത്തിൽ, ഭാഗം 2 5-ാമത്തെ ശ്ലോകത്തിലും വിവരിക്കുന്നത്. അഹിംസകൻ ഒരു നാട്ടിലുണ്ടെങ്കിൽ ആ നാട് മുഴുവൻ ഒരു പുണ്യഭൂമി പോലെ, അവിടെ പരസ്പര വൈരം വെടിഞ്ഞ് എല്ലാവരും ഒന്നിച്ച് കൂടി താമസിക്കും എന്നുള്ളതാണ് പറയുന്നത്. ശ്ലോകം നമുക്ക് നോക്കാം. ജാത്യാ പരസ്പര വിരോധികളെന്ന് ലോകേ കീർത്യാപ്പെടും സകല ജന്തുകുലങ്ങൾ പോലും പ്രീത്യാ സദാ മിളിതരായി ജനനീ കുമാരരീത്യാ ചരിച്ചിടും അഹിംസകനുള്ള ദിക്കിൽ. അഹിംസകനുള്ള ദിക്കിൽ ജാത്യ പരസ്പര വിരോധികളെന്ന് ലോകേ കീർത്യാപ്പെടും സകല ജന്തുകുലങ്ങൾ പോലും ജനനീകുമാരരീത്യ സദാ മിളിതരായി പ്രീത്യ ചരിച്ചിടും എന്നാണ് ഇതിൻ്റെ അന്വയം ഏകദേശം വരിക. ജാത്യ എന്ന് പറഞ്ഞാൽ ജന്മനാ തന്നെ, സ്വാഭാവികമായി. പരസ്പരം തമ്മിൽ വിരോധികൾ, വൈരികൾ, ആജന്മ ശത്രുക്കൾ, അർത്ഥം എതിരാളികളായിട്ട് നിൽക്കുന്നവർ എന്ന്, അത് ജന്മനാ തന്നെ പരസ്പരം വിരോധികളാണ് എന്ന് ഈ ലോകത്തിൽ, ഈ ഭൂമി മുഴുവൻ കീർത്തിയാപ്പെടും, വളരെ പേര് കേട്ടിട്ടുള്ള സകല എന്ന് പറഞ്ഞാൽ എല്ലാവിധ ജന്തുകുലങ്ങൾ, പ്രാണിവർഗങ്ങൾ. ഉദാഹരണത്തിന് പാമ്പും കീരിയും ആജന്മശത്രുക്കളാണുള്ളവർ. അവർ തമ്മിൽ കണ്ടാൽ മിക്കവാറും അതിലൊന്ന് മരിക്കുന്നത് വരെ പോര് തന്നെയായിരിക്കും. നായ, പൂച്ച, എങ്കിൽ പൂച്ച, എലി തുടങ്ങിയ അവർ തമ്മിൽ കണ്ടാൽ പോരടിക്കാൻ അങ്ങോട്ടും ഇങ്ങോട്ടും കടിച്ച് തിന്നവരാണ്. അത്തരം ജന്തുക്കൾ പോലും അഹിംസകനുള്ള നാട്ടിൽ, അഹിംസകനുള്ള ദിക്കിൽ ജനനീകുമാരരീത്യ എന്ന് പറഞ്ഞാൽ അമ്മയും കുട്ടിയും എന്ന പോലെ, അമ്മയും സ്വന്തം കുഞ്ഞും എന്ന പോലെ എല്ലായ്പ്പോഴും, സദാ എന്ന് പറഞ്ഞാൽ എല്ലായ്പ്പോഴും ഒന്നിച്ചു ചേർന്ന് മിളിതരായിട്ട് പ്രീതിയോടുകൂടി അതീവ സൗഖ്യത്തോടുകൂടി ചരിച്ചിടും, വർത്തിക്കും, നടക്കും എന്ന് അർത്ഥം. ജാത്യ പരസ്പര വിരോധികളായിട്ടുള്ള കീരിയും പാമ്പും തങ്ങളുടെ വൈരം വെടിഞ്ഞ് സന്തോഷപൂർവം ഒപ്പം ചേർന്ന് നടക്കും എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ളവരുടെ കഥ പറയേണ്ടതില്ലല്ലോ. അഹിംസകനുള്ള ദിക്കിൽ ഒരഹിംസകൻ ഉണ്ടായാൽ മതി ആ നാട്ടിൽ. അതൊരു പുണ്യഭൂമിയായി. അപ്പോൾ അവിടെ എല്ലാവരും സ്നേഹത്തോടുകൂടി പരസ്പരം വിശ്വാസത്തോടെ പോരടിക്കാതെ കണ്ട് കഴിയും എന്നാണ് ഇതിൻ്റെ ചുരുക്കം. ലോകത്തിലേക്ക് ഏറ്റവും വലിയ സ്നേഹത്തിൻ്റെ കൂട്ടുകെട്ട് എന്ന് പറഞ്ഞാൽ അത് പൊക്കിൾക്കൊടി ബന്ധത്തിൽ തുടങ്ങുന്ന അമ്മയും കുഞ്ഞും തന്നെയാണ്. അപ്പോൾ അവർ ഒന്നിക്കുന്നത് പോലെ എന്ന് പറഞ്ഞാൽ അതിലും മീതെ ഒരു സ്നേഹബന്ധം പറയാനില്ല. അത്രയ്ക്കും അവർ തമ്മിലുള്ള സ്നേഹമാണ്. നല്ല പെരുമാറ്റം കൊണ്ട് മൃഗങ്ങളെ അടക്കം കൂട്ടുകാരാക്കാനും
ഒപ്പം കഴിയാനും പറ്റുമെന്ന് പല ഉദാഹരണങ്ങളും പഴയതും പുതിയതൊക്കെ ആയിട്ടുണ്ട്. കഥകൾ കേട്ടിട്ടുണ്ടാവും. മാനോടൊത്തു വളർന്ന ശകുന്തളയെ പറ്റി കേട്ടിട്ടുണ്ടാവും. ലവകുശന്മാർ സിംഹത്തിൻ്റെ പല്ല് എണ്ണി നോക്കിയിരുന്നു കുട്ടിക്കാലത്ത് എന്ന് കഥയുണ്ട്. അതൊക്കെ ആ പർണശാല അല്ലെങ്കിൽ കാട്ടിലെ പലപ്പോഴും മൃഗങ്ങളൊക്കെ ഒന്നിച്ച് താമസിച്ചിരുന്നു. അവർ പരസ്പര വൈരം വെടിഞ്ഞ് നടക്കും. ഇപ്പോൾ അഹിംസകനുള്ള ഒരു നാട് തന്നെ പുണ്യസ്ഥലം ആയി തീരും. അത്രയും മഹത്വമുണ്ട് അഹിംസയ്ക്ക് എന്ന് രത്നച്ചുരുക്കം. നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി ചെല്ലാം. ജാത്യാ പരസ്പര വിരോധികളെന്നു ലോകേ കീർത്യാപെടും സകല ജന്തുകുലങ്ങൾ പോലും പ്രീത്യാ സദാ മിളിതരായി ജനനീ കുമാരരീത്യാ ചരിച്ചിടും അഹിംസകനുള്ള ദിക്കിൽ. മറ്റുള്ളവരെ ഉപദ്രവിക്കാതെ ഒരു അഹിംസകനായി കഴിയാൻ കഴിവതും നമ്മൾ പരിശ്രമിക്കണം എന്ന് വീണ്ടും എടുത്തു പറയാണ് ഉറവങ്കര. ഈ ശ്ലോകത്തിലൂടെ നമുക്ക് ഈ കാര്യം മനസ്സിലാക്കാം. ശ്ലോകം പഠിക്കാം, പഠിച്ചു വയ്ക്കാം. ബാക്കി കാര്യങ്ങൾ നാളെ പറയാം. എല്ലാവർക്കും നമസ്കാരം.